തുടക്കം ഒരു പക്ക ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. തിയേറ്റർ ബ്ലോക്ക് ബസ്റ്ററായി മാറുന്നു. 9-ാം ദിനത്തിലും സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് അവധി ദിനമാണ്. സിനിമയ്ക്ക് 1.5 കോടി തൊട്ട് 2 കോടിക്കിടയിലായിരിക്കാം കളക്ഷൻ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ മോർണിംഗിൽ തന്നെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിനിമയുടെ കളക്ഷൻ വന്നിരുന്നു. ഫസ്റ്റ് വീക്കിൽ നിന്ന് സിനിമയ്ക്ക് 32 കോടി 30 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 16.5 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 30 ലക്ഷം രൂപ, ഓവർസീസിൽ നിന്ന് 13 കോടി 50 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇനി 9-ാം ദിനത്തെ നമുക്ക് പ്രീസെയിൽ കളക്ഷൻ മാത്രമായിട്ട് നോക്കാം. സിനിമയ്ക്ക് 40 ലക്ഷം രൂപയോളമാണ് പ്രീസെയിലിൽ നിന്ന് മാത്രമായി വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ ദിനം നമുക്ക് പ്രതീക്ഷിക്കുകയാണ് 2 കോടിക്ക് തൊട്ടടുത്ത് സിനിമയെത്തും. ഇന്നലത്തെ കളക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇന്നലെ 952 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 54,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. സിനിമയ്ക്ക് 92 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്ന കളക്ഷൻ. അതായത് 1 കോടി 25 തൊട്ട് 1 കോടി 28 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് വരുന്നു. കഴിഞ്ഞ ഒരു ദിവസം മാത്രമാണ്, അതായത് 7-ാം ദിനത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് 1 കോടിക്ക് താഴെ പോയ കളക്ഷൻ എന്ന് പറയാം. 92 ലക്ഷം രൂപയായിരുന്നു സിനിമയ്ക്ക് അന്ന് ലഭിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8 ദിനം കൊണ്ട് 17 കോടിയും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനിലേക്ക് വരുന്നു. ഇന്ന് 9-ാം ദിനത്തോടെ സിനിമ 19 കോടിക്കടുത്തേക്ക്, അല്ലെങ്കിൽ 19 കോടി ടച്ച് ചെയ്യും. വേൾഡ് വൈഡായിട്ട് സിനിമ 36 കോടിയോളം നേടും എന്നുള്ളതും ഉറപ്പാക്കപ്പെടുകയാണ്. എന്താണേലും ഇനി ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണമാണ് സിനിമയുടെ 50 കോടി ക്ലബ്ബിലെ ഇടം പിടിക്കുന്നത്. ഒരു പക്ക തിയേറ്റർ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറുകയാണ് ഈ ഒരു സിനിമ. ഒരു പുതുമുഖ നടിയുടെ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് തന്നെ മാറുന്നു ഈ ഒരു ചിത്രമെന്ന് തന്നെ പറയാം. മലയാളികൾ ഇരു കൈകളും നീട്ടി ഈ ഒരു സിനിമയെ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസത്തെയും തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും വിസ്മയയുടെ ആദ്യ ചിത്രം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു റെക്കോർഡ് വേഗത്തിൽ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. നമുക്കറിയാം ഇനി വരുന്ന ദിവസങ്ങളിൽ കട്ട കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെയുണ്ട്. കാരണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിത്രമായി മാറുക കൂടിയാണ്. എന്താണെങ്കിലും ഖലീഫയും അതേപോലെ കുടുംബ യൂണിറ്റുമൊക്കെ ഇവിടെ എത്താൻ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളികളുടെ പ്രിയങ്കരിയായ നടിയായി മാറുകയാണ് തുടക്കത്തിലൂടെ വിസ്മയ മോഹൻലാൽ. മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾ ഏറെ ശ്രദ്ധ പിടിച്ച് പറ്റുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഓണക്കാലത്തും മോഹൻലാൽ തന്നെ രാജാവായി വാഴുന്നു. കാരണം ക്യാമിയോ റോളിലാണെങ്കിലും സിനിമകൾക്കെല്ലാം തന്നെ ഇപ്പോൾ മോഹൻലാൽ ചാകര തന്നെയാണ്. ഒട്ടുമിക്ക സിനിമകളിലും വിജയഘടകമായി മാറുന്നത് മോഹൻലാൽ പ്രസൻസ് തന്നെയാണ്. വീണ്ടും ഖലീഫയിലും അത് തന്നെ നമ്മൾ കാണാൻ പോവുകയാണ്. എന്താണെങ്കിലും 36 കോടി ഇന്നത്തോടെ സിനിമ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻസ് ഒന്ന് പറയാം. ഇന്ന് നിങ്ങളുടെ വിലയിരുത്തലുകളുമൊക്കെ ആയി വരാം. എന്താണെങ്കിലും 50 കോടി എന്നായിരിക്കാം ഈ ഒരു സിനിമ നേടുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായും ഒന്ന് പ്രവചിക്കുക. ശരിയാകുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അടിച്ച് പൊളിയാണ്. ഈ ഒരു ഓണക്കാലം കഴിയുന്നത് വരെ സിനിമ ഇവിടെ പിടിച്ചു നിർത്തിയാൽ 70 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള ചാൻസുകളേറെയാണ്. 50-നും 70-നും ഇടയിലായിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷനായി പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അതിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പേര് വിസ്മയ മോഹൻലാൽ എന്നാണ്.